ഉമ്മാനെ പറ്റിയൊരു പാട്ട്. ഉമ്മാന്റെ കാലടി പാടിയിലാണ് സുവർഗം ഓർത്തോളി, ഉദിമതിയാം മുത്ത് റസൂലിൻ തൂമൊഴി ഉള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ, 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മ ആവുമോ. ഉമ്മാന്റെ കാലടി പാടിയിലാണ് സുവർഗം ഓർത്തോളി, ഉദിമതിയാം മുത്ത് റസൂലിൻ തൂമൊഴി ഉള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ, 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മ ആവുമോ. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹക്കാവാണ് ഉമ്മ മധുരക്കനിയാണ്. ഉമ്മാന്റെ കാലടി പാടിയിലാണ് സുവർഗം ഓർത്തോളി, ഉദിമതിയാം മുത്ത് റസൂലിൻ തൂമൊഴി ഉള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ, 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മ ആവുമോ. കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല, കരളിമ്പ പെറ്റുമ്മാനെ വാങ്ങാനൊക്കൂല. ഏറെ പൊറുക്കാനും എല്ലാം സഹിക്കാനും മനസ്സിനുടയോരേ ഉമ്മ സഹനത്തണലാണ്. ഉമ്മാന്റെ കാലടി പാടിയിലാണ് സുവർഗം ഓർത്തോളി, ഉദിമതിയാം മുത്ത് റസൂലിൻ തൂമൊഴി ഉള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ, 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മ ആവുമോ. അർഹമുറാഹിമീനായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ തമ്പുരാനെ, അള്ളാഹുവെ ഞങ്ങൾ ചൊല്ലിയ ഈ സ്വലാത്തിനെ നീ കബൂലാക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും ഒരു സ്വാലിയായ അഅ്മാലായി നീ കബൂലാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഉപകാരമുള്ള ഇൽമ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നൽകണേ അള്ളാഹുവെ. ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കി മാറ്റല്ലേ തമ്പുരാനെ. ഞങ്ങളെ കൂട്ടത്തിൽ ആരെയും നീ എണ്ണം കുറക്കല്ലേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ മാതാപിതാക്കളെ, ഞങ്ങളെ ഭാര്യ സന്താനങ്ങളെ, ഞങ്ങളെ സഹോദര സഹോദരിമാര്, ഞങ്ങളെ വല്യമ്മമാര് വല്യപ്പമാര് ഭർത്താക്കന്മാരെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളെ, അർഹമുറാഹിമീനായ തമ്പുരാനെ അള്ളാഹുവെ, ഞങ്ങളുടെയും അവരുടെയും ഈമാന് ഞങ്ങൾക്കും അവർക്കും നീ പൂർത്തിയാക്കി തരണേ അള്ളാഹുവെ. ഞങ്ങളുടെയും അവരുടെയും എല്ലാ ശാരീരികമായ മാനസികമായ ശൈത്വാനിയായ റുഹാനിയായ ആന്തരികമായ ബാഹ്യമായ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. മാറാവ്യാധികളെ കൊണ്ടോ മാരക രോഗങ്ങളെ കൊണ്ടോ കീറി മുറിക്കുന്ന രോഗങ്ങളെ കൊണ്ടോ അറക്കുന്ന വെറുക്കുന്ന രോഗങ്ങളെ കൊണ്ടോ ഈമാനും സമ്പത്തും ശരീരവും തൊലഞ്ഞു പോകുന്ന രോഗങ്ങളെ കൊണ്ടോ ഞങ്ങളെ ഒരാളെയും പരീക്ഷിക്കല്ലേ അള്ളാഹുവെ. മരണം വരെ ഞങ്ങളെ ഇബാദത്തുകളും മറ്റുള്ള കർമ്മങ്ങളും സ്വന്തം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇതൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് പറയുന്ന ഗതികളിലേക്ക് ഞങ്ങളെ ഒരാളെയും എത്തിക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ നീ ഒരാൾക്കും ഒരു ഭാരമാക്കല്ലേ ആർക്കും ഞങ്ങളെയും ഒരു ഭാരമാക്കല്ലേ റഹ്മാനെ. ഒരാൾക്കും ഞങ്ങളെ ഒരു ശല്യമാക്കല്ലേ ആർക്കും ഞങ്ങളെയും ഒരു ശല്യമാക്കല്ലേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ ശത്രുക്കൾക്ക് നീ ഹിദായത്ത് കൊടുക്കണേ തമ്പുരാനെ. അവരെ ഹിദായത്തിലാകുന്നില്ലെങ്കിൽ അവരെ ചതിയെ തൊട്ട് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, സമ്പത്ത് കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ ദുന്യാവ് കൊണ്ടോ ദീന് കൊണ്ടോ അമല് കൊണ്ടോ ഇൽമ കൊണ്ടോ ഞങ്ങളെ ഒരാളെയും പരീക്ഷിക്കല്ലേ
അർഹമുറാഹിമീനായ തമ്പുരാനെ ഞങ്ങളെ ഈ കൂട്ടത്തില് ദമ്പതികൾ തമ്മിലോ മാതാപിതാക്കള് മക്കള് തമ്മിലോ സഹോദര സഹോദരിമാര് തമ്മിലോ അയൽവാസികൾ തമ്മിലോ ഇണക്കമില്ലെങ്കിൽ ഇണക്കം വിട്ടുകൊടുക്കണേ തമ്പുരാനെ, സാഹോദര്യവും കാരുണ്യം വിട്ടുകൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു ഒരുപാട് അമുസ്ലിം സഹോദരന്മാര് പ്രാർത്ഥിക്കാൻ ശ്രദ്ധ വെക്കാൻ പറയാറുണ്ട് തമ്പുരാനെ. അവർക്കൊക്കെ അള്ളാഹുവേ റുസ്തും ഹിദായത്തും കൊടുത്ത് വേണ്ടതൊക്കെ നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെയൊക്കെ നീ ഒരു അള്ളാഹുവേ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ സ്നേഹത്തിലും ഐക്യത്തിലും കാരുണ്യത്തിലുമാക്കണേ തമ്പുരാനെ. ലോകത്തെല്ലാം നീ സമാധാനം കൊടുക്കണേ തമ്പുരാനെ. ചെറിയ മക്കളെ ദ്രോഹിക്കുന്ന പോറ്റുമാക്കും അതുപോലെ പിതാക്കൾക്കൊക്കെ നീ അല്ലാ നല്ല മനസ്സിട്ട് കൊടുക്കണേ തമ്പുരാനെ. മക്കളോട് കാരുണ്യം കാണിക്കാനുള്ള ഒരു റഹ്മത്തെങ്കിലും കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങളെ മക്കളൊക്കെ നിത്യേന വിദ്യാലയങ്ങളിലും പുറത്തൊക്കെ ഇറങ്ങുന്ന ആളുകളാണ് തമ്പുരാൻ. ഒരാൾക്കും ഒരു വിപത്ത് വരുത്തല്ലേ തമ്പുരാനെ. കേൾക്കുന്നത് മുഴുവനും ബാഡായിക്കൊണ്ടാണ് തമ്പുരാനെ. ഒരാളെയും നീ പരീക്ഷിക്കല്ലേ അള്ളാഹുവേ നിന്റെ റഹ്മത്തിന്റെ പടിവാതിലേക്ക് കയ്യൊന്ന് ഇട്ടി വന്ന് ഞങ്ങളെ നീ തട്ടി മാറ്റല്ല തമ്പുരാനെ. ഇതൊക്കെ നീ ചെയ്ത് തെറ്റല്ലടോ എന്ന് പറഞ്ഞ് ആട്ടല്ല റബ്ബേ. അള്ളാഹുവേ നിന്റെ റഹ്മത്തിനെ ഞങ്ങൾ കൊതിക്കുന്നു ഞങ്ങൾ ചോദിച്ചതൊക്കെ ഞങ്ങൾക്ക് നീ തരികയാണെങ്കിൽ നിനക്കൊന്നും കുറഞ്ഞു പോകൂലല്ലോ. ഞങ്ങൾ ചോദിച്ചതൊക്കെ തരാൻ നീ തടഞ്ഞു വെക്കുകയാണെങ്കിൽ നിനക്കൊന്നും കൂടി പോകൂലല്ലോ റബ്ബേ. നീ വലിയാണ്, ഞങ്ങൾ ഫക്കീറന്മാരാണല്ല. നിന്റെ റഹ്മത്തിലേക്ക് എപ്പോഴും ആവശ്യക്കാരാണ് റബ്ബേ. നിന്നോടല്ലാതെ പറയാനില്ല നീയല്ലാതെ തരാനില്ല നീയല്ലാതെ ഞങ്ങൾ നോക്കാനില്ല തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളൊരു കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ തമ്പുരാനെ. നീ ഞങ്ങളെ കൈവിട്ടാൽ ഞങ്ങൾക്ക് മറ്റൊരു ഇലാഹില്ലല്ലോ തമ്പുരാനെ. പിന്നെ ഞങ്ങൾ ആരോട് പറയും ഞങ്ങളെ ഈ കൂട്ടത്തിൽ ആണ് പെണ്ണ് കുട്ടികളെ ഒരാളെയും നീ കൈവിടല്ല റബ്ബേ. ഒരാളെയും നീ തള്ളിക്കളയല്ലേ റബ്ബേ. ഒരാളെയും നീ ഖായിബായി മടക്കല്ലേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ ആമീൻ കേട്ടിട്ടെങ്കിലും ഈ ദുആ ഒന്ന് ഖബൂലാക്കണേ തമ്പുരാനെ. ഒന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഒന്ന് കേൾക്കണേ യാ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. മരണത്തിനൊരു മറുമരുന്നില്ല, മരണത്തിനൊരു കാരണമില്ല, മരണത്തിനൊരു കാരണവും വേണ്ട. സമയമാകുമ്പോ വലയ്യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അല്ലാഹുവേ ഞാൻ വാലു സദസ്സിലാണ്. ഇതൊന്ന് കഴിഞ്ഞോട്ട് അല്ല പറയാൻ പറ്റില്ല. പറയുന്നത് ഖബർ പറയുകയാണ്, വൈഹക യബ്ന ആദം, അല്ലയോ മനുഷ്യ നിനക്ക് നാശം. മാ വറക ബി, എന്നെ കൊണ്ട് നിന്നെ വഞ്ചിതനാക്കിയ കാര്യം എന്താണ് മനുഷ്യ? അലം തഅലം, നിനക്കറിയുകയില്ലേ? അന്നീ ബൈത്തുൽ ഫിത്ന, ഞാൻ ഫിത്നന്റെ വീടാ നിനക്കറിയുകയില്ലേ? ബൈത്തുൽ ദുൽമത്തി, ഞാൻ ഇരുട്ടിന്റെ വീടാ നിനക്കറിയുകയില്ലേ? ബൈത്തുൽ വഹദത്തി, ഞാൻ ഏകാന്തയുടെ വീടാ നിനക്കറിയുകയില്ലേ? ബൈത്തുൽ ദൂദി, ഞാൻ പുഴുക്കളെ വീടാ നിനക്കറിയുകയില്ലേ? ഈ 4 ചോദ്യങ്ങള് ഏത് ഖബറാളിയോടും ചോദിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി പറയാ. കൂടുതലൊന്നും വെക്കണ്ട, നമ്മളെ ഖബർക്കള വെച്ച ഖബർ മണിമേട മുകളില് ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ കീഴില് പെട്ടതത്ഭുതമല്ലേ, കുഴിച്ചിട്ട സ്ഥലമില് കാലികൾ മേഞ്ഞില്ലേ, മാംസങ്ങളും പുഴു തിന്നതത്ഭുതമല്ലേ, കണ്ണിന്റെ കുഴിയില് വെള്ളവും നിറഞ്ഞില്ലേ, അത് മുഴുവനും മണ്ണായതത്ഭുതമല്ലേ, കൂട്ടായി കഴിഞ്ഞവരൊക്കെയും പിരിഞ്ഞില്ലേ, അവനേകനായി കഴിയുന്നതത്ഭുതമല്ലേ, ഇതു കണ്ടു കരയാനും ഒരാൾ അവർക്കില്ലേ, കാണുന്ന മാർഗമടഞ്ഞതത്ഭുതമല്ലേ, ഫോൺ കത്ത് കമ്പി മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്തതത്ഭുതമല്ലേ.
എന്താ നിനക്ക് സംഭവിച്ചു പോയത്? ആലിമീങ്ങളുടെ തലകൾ നടക്കാൻ നിനക്ക് വെറുപ്പല്ലേ? പണ്ഡിതന്മാരെന്ന് കേൾക്കുമ്പോ ഇന്ന് നിനക്ക് വല്ലാത്തൊരു അറപ്പല്ലേ? തൊപ്പിധരിച്ച ദാടി വെച്ച തലപ്പാവ് ലഭിച്ച ആലിമീങ്ങള് പണമില്ലാത്തതിന്റെ പേരില്, സമ്പത്തില്ലാത്തതിന്റെ പേരില് നിന്റെ മുമ്പിൽ പുച്ഛത്തോട് നിന്റെ കണ്ണുകൾക്ക് തോന്നുന്നുവല്ലേ? അല്ലാതെ വിശുദ്ധ ഖുർആൻ, അല്ലാതെ പരിശുദ്ധ പ്രവാചകൻ പറയുന്നത് കൊണ്ടോ ഒരു ഉമ്മത്തൊക്കെ വിചാരത്തിലേക്ക് പ്രേരകമാകുന്ന നോട്ടം ഹറാം, വ്യഭിചാരത്തിലേക്ക് പ്രേരകമാകുന്ന കാഴ്ച ഹറാം, വ്യഭിചാരത്തിലേക്ക് പ്രേരകമാകുന്ന കാര്യങ്ങൾ കേൾക്കൽ ഹറാം. വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് താല്പര്യമുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഹറാമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അസ്തമിച്ചില്ലേ നമ്മുടെ നാടിന്റെ വിളക്ക്? അസ്തമിച്ചില്ലേ മുഅ്മിനീങ്ങളെ? അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളും സാലിഹീങ്ങളും ഉണ്ടെന്നറിയുമ്പോൾ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. നല്ല പേടി നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് നല്ല വിശപ്പ് തരും, നിങ്ങൾക്ക് ദാരിദ്ര്യം തരും, സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കും. ശാരീരികമായ പരീക്ഷണങ്ങൾ വരും, രോഗങ്ങൾ വരും, നിത്യമായ രോഗങ്ങൾ ഉണ്ടാകും. ഭാര്യക്ക് രോഗം മാറുമ്പോഴത്തേക്ക് ഭർത്താവിന് രോഗം, ഭർത്താവിന്റെ രോഗം മാറുമ്പോഴത്തേക്ക് മൂത്ത കുട്ടിക്ക് കൈ തളർന്നു പോയി. അതെല്ലാം കൂടി ചികിത്സിച്ച് വരുമ്പോഴത്തേക്ക് രണ്ടാമത്തവൻ ബൈക്കിൽ നിന്ന് വീണു, ആക്സിഡന്റിൽ പെട്ടു. അത് ശരിയായി വരുമ്പോഴത്തേക്ക് അവന്റെ പെങ്ങളാകെ കിണറ്റിൽ വീണു, വല്ലാത്ത വിഷമത്തിലായി. അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരൊക്കെ നാവോണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അതിൽ തർക്കമില്ല. വന്യരായ തൃപ്പഞ്ചി ഉസ്താദിനെ കുറിച്ച് 5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട ഒരു കഥ. ഒരു വിഷയവുമില്ല. ഇവിടെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അല്ല പറഞ്ഞത് അവരുടെ കാത് ഞാനാകുമെന്ന, അവരുടെ കണ്ണ് ഞാനാകുമെന്ന, അവരുടെ കാല് ഞാനാകുമെന്ന, അവരുടെ കൈ ഞാനാകുമെന്ന, അവരുടെ നാവ് ഞാനാകും. ലഇൻ സഅലനി ലഉതിയന്നഹു, അവരങ്ങ് ചോദിച്ചാൽ ഞാൻ അതങ്ങ് കൊടുക്കും. വലൈൻ ഇസ്താദനി, അവര് കാവൽ ചോദിച്ചാൽ ഞാൻ കാവൽ കൊടുക്കും. ഓരോരുത്തൻ മദ്യപിച്ചാൽ തൽക്ഷണം ഈമാന്റെ നൂറ് പുറത്ത് പോയെന്നറിയണം. മദ്യം ഒരാൾ കുടിക്കുന്നു എന്നാൽ ഇന്ന് കുടിപ്പിക്കുമേ ചലം നരകമിൽ നിന്നന്ന്. നിങ്ങൾക്ക് ജീവിക്കാനുള്ള കുണിയേക്കാൾ എന്റെ നേതാവിന്റെ അനുയായികൾക്ക് മരിക്കാനാണ് താല്പര്യം. നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകാനുള്ള താല്പര്യത്തെക്കാൾ എന്റെ നേതാവിന്റെ അനുയായികൾക്ക് പരീക്ഷണം ഉണ്ടാകാനാണ് താല്പര്യം. ആ പരീക്ഷണത്തിൽ അവർ വിജയിക്കുമ്പോൾ അല്ലാഹു അവർക്ക് ഉന്നത ദർജ കൊടുക്കുമല്ലോ. ഇത് കത്തെഴുതി ലോക ചരിത്രത്തിൽ ഒരു കാൾ മാർക്സ് ഇങ്ങനെ എഴുതിയിട്ടില്ല, ഒരു എംഗൽസ് ഇങ്ങനെ എഴുതിയിട്ടില്ല, ഒരു കുഫറിനെ ഇങ്ങനെ പറയാൻ ലോക ചരിത്രത്തിൽ കഴിഞ്ഞിട്ടില്ല. ലോക ചരിത്രത്തിൽ ഒരൊറ്റാളാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സയ്യിദുൽ ഔലിയാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഫിറഔൻ, അത് ഫിറഔന്റെ ഭാര്യയായിരുന്നു. അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറഞ്ഞ് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കിബറിന്റെ അഹങ്കാരത്തിന്റെ പ്രതീകമായ ഫിറഔന്റെ ഭാര്യയായി, എന്നിട്ട് പോലും തൗഹീദിൽ അധിഷ്ഠിതമായി ഇലാഹിയായ ചിന്തയിൽ സമയം ചെലവഴിച്ച, അല്ലാഹുവിന് വേണ്ടി ആയുസ് ചെലവഴിച്ച, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പണം നടത്തിയ ഒരു പെണ്ണിന്റെ കഥ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്. ഇവിടെ പ്രധാനമായി നാം സമ്മേളിക്കാനുള്ള കാരണം മർഹൂം കാളമ്പാടി ഉസ്താദ് അവരുടെ അനുസ്മരണ സമ്മേളനമാണ്. ബഹുമാനപ്പെട്ടവർ സമസ്തയുടെ ഇതുവരെ വന്ന അവസാനത്തെ പ്രസിഡന്റാണ്. ഇതിനു മുമ്പ് പല മഹാന്മാരും പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിട്ട് വഫാത്തായി പോയിട്ടുണ്ട്. പണ്ഡിതർ മാത്രമാണ് അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ എന്ന് ഹബീബായ റസൂലുള്ള പറഞ്ഞല്ലോ. ആ വാക്കിനെ പൂർണ്ണമായും അനർത്ഥമാക്കുന്ന ജീവിതമായിരുന്നു മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ.
പരിശോധിക്കുമ്പോൾ ആ കാര്യം 100% നമുക്ക് ബോധ്യപ്പെടും. ഉലമാക്കൾ മാത്രമാണ് അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ. ഉഖ്റവിയായ ഒരു പണ്ഡിതനുണ്ടാകേണ്ട സകല ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്. പടച്ച റബ്ബ് അവർക്ക് കൊടുത്തതിനും നമുക്ക് തരാത്തതിനും നിനക്ക് വല്ല സംശയവുമുണ്ടോ? റബ്ബ് അവരെ ഏറ്റെടുത്തു, നമ്മളെ കൈയൊടിച്ചു എന്നാണോ നീ കരുതുന്നത്? ഉലായിക ഖൗമുൻ ഉജ്ജിലത് ലഹും ത്വയ്യിബാതുഹും ഫിൽ ഹയാത്തി ദുനിയാ. ഉമറേ, ഉലായിക ഖൗമുൻ, അവർ ഒരു ജനസമൂഹമാണ്. ആ ജനസമൂഹത്തിന്റെ പ്രത്യേകത എന്താണ്? പരിശുദ്ധ തിരുദൂതർ പറയുന്നു, ഉജ്ജിലത് ലഹും ത്വയ്യിബാതുഹും ഫിൽ ഹയാത്തി ദുനിയാ. അവർക്ക് പടച്ച റബ്ബ് ഭൂമുഖത്ത് തന്നെ സൗകര്യങ്ങളൊക്കെ കൊടുത്തു തീർക്കുകയാണ്. പരലോകത്ത് ചെന്നാൽ കട്ടപ്പെടേണ്ടവനാണ് അവൻ. അവൻ ഇവിടെ നെയ്തെടുക്കുന്ന എല്ലാ സൗകര്യങ്ങളും പരലോകത്ത് തീ കൊടുക്കേണ്ടതാണ്. അവന്റെ കൊട്ടാരം തകർക്കപ്പെടേണ്ടതാണ്. അവന്റെ ശരീരം തീരപ്പെടേണ്ടതാണ്. ദുനിയാവിൽ അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളൊക്കെ പരലോകത്തില്ലാത്തതാണ്. ഇവിടുന്ന് തന്നെ അവർക്ക് കൊടുക്കണം. അതാണ് അതിന്റെ തത്വം. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു കൊടുത്തു വളരെ മനോഹരമായിട്ട്. അത് കേട്ടപ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് ബോധ്യായി. അപ്പൊ നബി തങ്ങൾ ഇവിടെ ദുന്യാവ് വേണം, പക്ഷെ ദുന്യാവിനെ ത്യജിക്കുന്ന രീതി നോക്ക് നിങ്ങൾ. അവർക്ക് കൊടുത്തെങ്കിൽ കൊടുത്തോട്ടെ, നമ്മളിപ്പോ എന്താ വേറൊരാൾക്ക് വല്ല സൗകര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹമല്ലേ നമുക്കുള്ളത്? ഇത് ശരിക്കും ബുദ്ധിയില്ലായ്മയാ. കാരണം എന്താ, ഇവിടുന്ന് ഇത് ആസ്വദിച്ച് തീർന്നാ പിന്നെ പരലോകത്ത് കിട്ടാനില്ല എന്നുള്ളൊരു തോന്നല് ബുദ്ധിയല്ലേ? അതാണ് ശരിക്കും അഖില്. ഈ അഖില് നമ്മുടെ ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇവിടുന്ന് തന്നെ എല്ലാ സൗകര്യം വേണമെന്നാ മനുഷ്യന്റെ ആഗ്രഹം. എല്ലാ സൗകര്യം ഇവിടെ ആസ്വദിച്ചാൽ പരലോകത്ത് ബാക്കിയല്ലോ ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നോട് ചോദിച്ചു, യാ മൽഊനു, ഈ ശപിക്കപ്പെട്ടവനെ, കം അഅദാഉക മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്ന് നിന്റെ ശത്രുക്കൾ ആരാൻ? എത്ര ശത്രുക്കൾ നിനക്കുണ്ട്? ഖാല ഇബ്ലീസുൽ ലഈൻ പറഞ്ഞു, 15 15 ആളുകൾ എന്റെ ശത്രുക്കളാണ്. അവ്വലുഹും അന്ത, ഒന്നാമൻ നിങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്റെ ഒന്നാമത്തെ ശത്രു നിങ്ങളാണ്. ആരോടാണ് പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ. ഓരോ ബാപ്പയും ഇമാമാണ്. വൽ മർഅതു റായിയത്തുൻ അലാ ബൈതി സൗജിഹാ വവലദിഹി വഹിയ മസ്ഊലുൻ അൻഹും. പെണ്ണ് ചിന്തിക്ക്, പെണ്ണ്, നീയും ഭരണാധികാരിയാണ്. നിന്റെ വീട്ടിന്റെ ഭരണാധികാരി, ഭർത്താവിന്റെ സമ്പത്തിന്റെ ഭരണാധികാരി, വീട്ടിന്റെ ഭരണാധികാരി, ഭർത്താവിന്റെ മക്കളുടെ ഭരണാധികാരി. അവരെ കുറിച്ച് നിന്നോട് ചോദ്യമുണ്ടാകും. അവര് വീട്ടിലിരുന്ന് ഹറാം കാണുകയാണ്, അവര് സിനിമയുടെ മുന്നിലാണ്, അവര് ഹറാമിന്റെ മുന്നിലാണെങ്കിൽ അതിനെതിരെ ഒരു കാമ പറയാൻ നീ മനസ്സ് കാണിച്ചില്ലെങ്കിൽ ആ കാര്യത്തെ കുറിച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ നിന്നോട് ചോദ്യമുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഓരോ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമും പറയുമ്പോ മനസ്സിലൊരു ഘോഷയാത്ര ഉണ്ടാകണം. ലിവാഉൽ ഹംദും പിടിച്ച് മുമ്പിൽ നടന്നു നീങ്ങുന്ന മുഹമ്മദ് മുസ്തഫ. ആ ഓരോ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം പറയുമ്പോഴും കൽബിലുണ്ടാകണം, നീ അനുഗ്രഹിച്ചവർ നടന്നു പോയ മാർഗമാണ് നേരായ മാർഗം. ആ മാർഗത്തിൽ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. ഒന്ന് മുഹമ്മദ് മുസ്തഫ. മഹാന്മാരായ അംബിയാ കഴിഞ്ഞാൽ പിന്നെ സിദ്ദീഖുൽ അക്ബറും ഉമറുൽ ഫാറൂഖും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബീ ത്വാലിബും മഹാന്മാരായ അശറത്തുൽ മുബശ്ശിരീങ്ങൾ, മഹാന്മാരായ സ്വഹാബാക്കൾ, സിദ്ദീഖീങ്ങൾ, താബിഈങ്ങൾ, സാക്ഷികൾ, സ്വാലിഹീങ്ങൾ. ആ സ്വാലിഹീങ്ങളെ പരമ്പര വരുമ്പോ ഔദുൽ ആദമും അഹ്മദുൽ കബീറുൽ റിഫായിയും ഖാജാ മഈനുദ്ദീൻ ചിസ്തിയും മമ്പുറം തങ്ങളും മഹാനായ തൃപ്പനി ഉസ്താദും ഒക്കെ നമ്മുടെ കൽബിൽ ഇങ്ങനെ കയറി വരണം. അവരൊക്കെ ജീവിതം മുഴുവനും ദിക്റിന് വേണ്ടി, ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ച മഹാന്മാരാണ്. നമ്മൾ ഗീബത്ത് പറയുമ്പോ, നമ്മൾ നമീമത്ത് പറയുമ്പോ, നമ്മൾ പാര വെക്കുമ്പോ, നമ്മൾ ദുനിയാവിന്റെ പിന്നാലെ ഓടുമ്പോ അവര് പടച്ചുറപ്പ് പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെട്ടു ജീവിച്ചു പോയി. ആ മഹാന്മാര് നടന്നു പോയ വഴിയിൽ എന്നെയും നീ നയിക്കണമേ. ഇത് ഇനി മുതലെങ്കിലും ഒന്ന് ഇഖ്ലാസോടെ പറഞ്ഞു ശീലിക്കുമോ?